Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. Malabar special Neypathil. ഇതിൽ ചില സ്ഥലങ്ങളിൽ പൊരിച്ച പത്തിരി എന്നും പറയും. നെയ്പത്തിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി വന്ന് ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടും തീരെ ഓയിൽ കുടിക്കാതെയും കിട്ടണം. ഈ ഒരു വീഡിയോയിൽ അതിനുവേണ്ട എല്ലാ ടിപ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നെയ്പത്തിൽ കറക്റ്റ് ടെക്സ്ചറിലായാലും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാണ്ട് എന്നെ പോലെ വെറുതെ തിന്നാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. നെയ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 കപ്പ് പൊന്നി അരി എടുത്തിട്ടുണ്ട്. ചോറുണ്ടാക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. പെട്ടെന്ന് കുക്കാവുന്ന അരിയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി. പൊന്നി അരി കുറച്ച് അധികം വേവുള്ളതുകൊണ്ട് തന്നെ വെള്ളം ചൂടായി ജസ്റ്റ് സൈഡിൽ നിന്ന് ബബിൾസ് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരി ഇട്ടാൽ മതി. അധികമായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് പോകരുത്, അപ്പോൾ അരി കുക്കായി പോവും. അങ്ങനെ 2 മണിക്കൂർ കുതിർത്ത അരി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 15 ചെറിയുള്ളിയും അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തിട്ടാലും മതി. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇതുപോലെ കൈവച്ച് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാം. ഞാനിന്ന് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രോപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നുള്ളൂ. മാക്സിമം വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്താൽ മതി. മിക്സി പ്രിഫർ ചെയ്യുന്നതാണെങ്കിൽ മാക്സിമം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം അരിപ്പൊടി ഇട്ട് ടൈറ്റാക്കി എടുത്താൽ മതി. അധികമായിട്ട് ലൂസായി പോയാൽ കുറേ അരിപ്പൊടി ആഡ് ചെയ്യേണ്ടി വരും, അപ്പോൾ നെയ്പ്പത്തിൽ ഹാർഡായി പോവും. തരിതരി കിട്ടുന്ന പോലെയാണ് അരച്ചെടുക്കേണ്ടത്. നെയ്പ്പത്തിൽ തിന്നുമ്പോൾ ആ ഒരു അരി ജീരകം എല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവാൻ. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി അധികമായിട്ട് അരഞ്ഞു പോകാതിരിക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നെയ്പ്പത്തിലിൻ്റെ അരി അധികമായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട ആവശ്യവും ഇല്ല. ഈ ഒരു ടെക്സ്ചറിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു വായല അല്ലെങ്കിൽ പോളിത്തീൻ കവറിൽ നന്നായിട്ട് ഓയിൽ തടവി ഒരു ലെമൺ സൈസ് ബോളെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. നെയ്പ്പത്തിൽ കറക്റ്റ് തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മാത്രമാണ് പൊട്ടിപ്പോവാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ കൈവിരൽ കൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കടായിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ പരത്തി വെച്ച നെയ്പ്പത്തിൽ ഇതുപോലെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടിടണം. ആദ്യം നെയ്പ്പത്തിൽ താഴോട്ടേക്ക് മുങ്ങിക്കിടക്കുകയാണ് ചെയ്യാൻ. ഫ്രൈ ആയി ഇതുപോലെ പൊങ്ങി വന്നാൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും ഇതുപോലെ ഫ്രൈ ആയി ഈ ഒരു കളർ ആയാലും ഓയിലിനെടുത്ത് മാറ്റാം. ഇത് അധികമായിട്ട് ഓയിലൊന്നും കുടിക്കാത്ത നെയ്പ്പത്തിലാണ്. ഇതുപോലെ ഓരോന്നും പരത്തി പൊരിച്ചെടുത്താൽ മതി. പരത്തി എടുക്കുമ്പോൾ ആ ഒരു തിക്നെസ്സിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ട് ഇതുപോലെ പൊങ്ങി വരൂല. അപ്പോൾ നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി ചിക്കൻ കറിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. ഏതൊരു ഒക്കേഷനും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നെയ്പ്പത്തിൽ പെർഫെക്റ്റ് ആയിനോ എന്ന് നോക്കാൻ ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കിയാൽ 2 ലെയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.